ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം. മാവേലിയോ? ഹാപ്പി ഓണം മാവേലി. സദ്യക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയെന്ന് കരുതുന്നു. വോ, വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം മേടിച്ചു മാവേലി. അപ്പോ ഓണത്തിന് ഉപ്പേരി വറക്കണ്ടേ? ഇപ്രാവശ്യം മിക്കവാറും ഒഴിവാക്കേണ്ടി വരും, അത്ര വിലയാ. മാവേലി സ്റ്റോർ വഴി വെളിച്ചെണ്ണ വില കുറച്ച് വെക്കണമെന്ന് നാം മന്ത്രിയോട് പറഞ്ഞതാണല്ലോ. അവിടെ ഇത്തിരി വിലക്കുറവുണ്ട്, പക്ഷെ അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. ബിവറേജിനേക്കോ വലിയ ക്യൂവാ. ഈ ഹൂ കേഴ്സ് എന്ന് കുറെ തവണയെ നാം കേൾക്കുന്നു. അതെന്താ എല്ലാരും അങ്ങനെ പറയുന്നേ? അതിവിടെ ഈയിടെ ഒരു പ്രശ്നം ഉണ്ടായി, അതിന്റെ ഭാഗമാ. മാവേലി അതൊന്നും കാര്യമാക്കണ്ട. മാവേലി എന്നാ താറു പാച്ചാതെ മുണ്ടെടുത്തേക്കുന്നേ? ഡൂപ്പാണോന്ന് എനിക്കൊരു സംശയം. ഡൂപ്പൊന്നുമല്ല, ഇത് ഒറിജിനൽ തന്നെയാ. പെട്ടെന്ന് പട്ടികടി കിട്ടാതിരിക്കാൻ താറ് പാച്ചത് അഴിച്ചിട്ടതാ. ജയിലിലെ നടയടി പോലെ നാട്ടിൽ വന്നാൽ നടകടി കിട്ടുമെന്ന് പറഞ്ഞ് നമ്മുടെ മന്ത്രി പോലും ഇത്തവണ നമ്മുടെ കൂടെ വന്നില്ല. പട്ടിയെ പേടിച്ച് നമുക്ക് വരാതിരിക്കാൻ പറ്റുമോ? വാക്ക് പാലിക്കണ്ടേ? വോ. പക്ഷെ ഈ പ്രശ്നം ഒന്ന് മുഖ്യനോട് പറഞ്ഞിട്ടേ മാവേലി തിരിച്ചു പോകാവൂ. തീർച്ചയായും. ചില്ലറ പ്രശ്നങ്ങളുണ്ടെങ്കിലും മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും ഭയമില്ലാതെ ജീവിക്കുന്ന നമ്മുടെ കേരളം പോലെ വേറൊരു നാടുണ്ടോ ലോകത്ത്? ഓണം പോലെ ഒരു ഉത്സവം ഉണ്ടോ? അതിനിടയിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചിലരുണ്ട് മാവേലി. ഇനി എന്നാ മാവേലി പാതാളത്തിലോട്ട് തിരിച്ചു പോന്നേ? നാം പാതാളത്തിലേക്ക് പോയിട്ട് വർഷങ്ങളായെന്നേ. ഇപ്പം ലോകത്തെല്ലായിടത്തും മലയാളികളുണ്ടല്ലോ. ഓരോയിടത്തും ഓണാഘോഷം ഓരോ സമയത്താ. എല്ലാം കഴിയുമ്പോ അടുത്ത ഓണം ഇങ്ങെത്തും. അപ്പോ മാവേലി സ്റ്റോറിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങി പേരി വറക്കാൻ മറക്കണ്ട. എന്നാ പോട്ടെ. ഹാപ്പി ഓണം.